അടുത്ത ലെയർ കോട്ടിംഗ് ആണ് ഈ കാണുന്നത്. അതും ആ ലിക്വിഡും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ശരിക്കും പൊട്ടിപ്പോവും. ഇത് കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആവും. റബ്ബർ പോലെ അടിപൊളി. കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോക്ക് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. 5 പേരാണ് ലൈക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വന്നേക്കുന്നത്. ഇതേപോലെ ഒരു 5 ലൈക്ക് നമുക്ക് തന്നെ. ഇത് വെറുതെ ചുമ്മാ പൊട്ടിയ ഗ്ലാസ്സാണ്. അപ്പോൾ ഇതില്ലാത്ത കാരണം കുത്തി നിർത്താൻ വേണ്ടി ഇപ്പോൾ ഇവിടെ സെറ്റപ്പ് ചെയ്തെടുത്താൽ. ഇത് ചെയ്യാൻ പോകുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സാധാരണ കോഴിമുട്ട ഉണ്ടല്ല, ഈ കോഴിമുട്ട ബൗൺസിങ് കോഴിമുട്ടയാക്കാൻ പറ്റും. അതിന് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വൈറ്റ് വിനീഗറില്ലേ, അതാണ്. അത് ഞാൻ നിറച്ച് വെച്ചിട്ട് അതിനകത്ത് ഈ മുട്ട വെച്ചിട്ട് 24 മണിക്കൂർ വെക്കണം. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ്. അല്ല, ഇത് നിങ്ങൾക്കൊരു ഗ്ലാസ് നല്ല ഗ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് ചീത്താക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ട്. ഇതമ്മ അറിഞ്ഞു പോലുമല്ലോ, ഞാൻ കൊടുക്കത്ത ബുദ്ധിയാണ്. പക്ഷേ മറിഞ്ഞു പോലെ. ഓക്കെ, അപ്പോൾ ഗ്ലാസ് നട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വൈറ്റ് വിനീഗറാണ്. ഒഴിക്കുക. ഇത് കണ്ടിട്ട് പിള്ളേർ വീട്ടിലുള്ള വിനാഗിരിയൊക്കെ തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതിന് ഉത്തരവാദിയല്ല. കോഴിമുട്ട ഇട്ട് വെച്ചിട്ടുണ്ട്. 24 മണിക്കൂർ ശേഷം കാണാം. ഗൈസ്, 24 മണിക്കൂറിലോട്ടോ, അതിൽ കൂടുതലായി ഇന്നലെ എടുക്കാൻ പറ്റില്ല. എന്തായിട്ടുണ്ടെന്ന് അറിയാൻ നോക്കട്ടെ. ഇതാണ് അവസ്ഥ. എടുത്തു നോക്കാം. നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഈ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കറക്റ്റാണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് നോക്കിയാൽ ഇതുണ്ടാ നിൽക്കുമ്പോൾ സ്പോഞ്ച് ആയിട്ടിരിക്കണം. പിന്നെ എൻ്റെ കയ്യിൽ ഈ തരി കാണുന്നത് അതിൻ്റെ ഇതില്ലേ, തോട് ദ്രവിച്ചിട്ട് ഏകദേശം റബ്ബർ പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു ഫോൺ എടുത്തിട്ട് ഫ്ലാഷ് ലൈറ്റ് ഇട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് കാണാൻ പറ്റില്ല. ഞാൻ ഇരുട്ടുള്ള സ്ഥലത്ത് നിന്ന് കാണിച്ചു തരാം കേട്ടോ. തോടാണ് ദ്രവിച്ചിപ്പോൾ റബ്ബർ അടിപൊളി. നിങ്ങളിപ്പോൾ കാണുന്നതില്ലേ, തോടാണ്. അതെല്ലാം ദ്രവിച്ച് പോയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അടുത്ത ലെയർ കോട്ടിംഗ് ആണ് ഈ കാണുന്നത്. അതും ആ ലിക്വിഡും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ശരിക്കും പൊട്ടിപ്പോവും. നമുക്ക് ഇതൊന്ന് കളയാൻ പറ്റുമെന്ന് നോക്കാം. ഇത് കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആവും. അപ്പോൾ നമ്മൾ ഫ്ലാഷ് ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈറ്റ് നല്ലപോലെ ഉള്ളിലോട്ട് പാസ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിലുള്ള ആ യെല്ലോ കളറുള്ള ഉണ്ണിയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഫ്രണ്ടിൽ ഇത് ഞാൻ തുടച്ച് കളയാൻ എന്താ, അത് കൈ വെച്ചിട്ട് ഒരു പൈപ്പിൻ്റെ അടി കൊണ്ട് വെച്ച് ഒരു വിരൽ വെച്ച് പതുക്കെ തുടച്ച് കളഞ്ഞതാണ്. ഇപ്പോൾ ഇതൊരു പ്രൂഫിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു തോട് ഇവിടെ വെച്ചേക്കണത് കണ്ടോ. അപ്പോൾ ആ തോട് കാണുമ്പോഴെങ്കിലും അറിയാം. നിങ്ങൾ അങ്ങനെയെങ്കിലും വിശ്വസിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതുണ്ടോ, ഇത് പുഴുങ്ങിയ മുട്ട ഒന്നുമില്ല കേട്ടോ. പുഴുങ്ങിയ മുട്ട താഴ്ത്തിട്ടാലും പൊട്ടില്ല. അപ്പോൾ ഞാൻ താഴ്ത്തിട്ട് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് ഗൈസ്, മുട്ട താഴ്ത്തിട്ടാൻ പോകണേ. ഇപ്പോൾ കാണുന്നുണ്ടോ, ഇതാണ് അതിൻ്റെ തോട്. മുട്ടയുടെ തോട് ഇതേപോലെ ദ്രവിച്ച് ഈ രീതിയിലാവും. ഓക്കെ, അപ്പോൾ ഒരുപാട് നല്ല നല്ല കിഡിലിന് എക്സ്പെരിമെൻ്റായിട്ട് നമ്മുടെ ചാനൽ വീണ്ടും കാണാം. അപ്പോൾ മെയിനായിട്ട് ഇനി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കുഞ്ഞു പിള്ളേർക്ക് പറ്റിയ സയൻസ് എക്സ്പെരിമെൻറ്റും. അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയാണ് ഇനി ചാനലിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അവർക്ക് പറ്റിയ ടോയ്സ്, അതെങ്ങനെ ഉണ്ടാക്കണം, കാറ്, RC മോട്ടർ, RC കാറ്, അപ്പോൾ ആ സംഭവങ്ങളായിട്ടാണ് നമ്മൾ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നല്ല മുട്ട എക്സ്പെരിമെൻറ്റുമായിട്ട് വീണ്ടും കാണുന്നേക്കും. ഗുഡ് ബൈ.